വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയും എൻ്റെ വർക്ക് വ്ലോഗാണ്. അതായത് ഇന്ന് ഞാൻ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നതിനെ കുറിച്ച്. ഇപ്പം ഞാൻ സിസ്റ്റത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ലേ, എനിക്ക് പ്രിന്റ് എടുക്കാനുള്ള സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കൊരു A3 ഫ്രെയിമിന്റെ വർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഡിസൈനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പ്രിന്റ് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഡിസൈൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇൻഷോട്ട് ആപ്പാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസ് കൊളാഷ് ചെയ്യാനുണ്ട്. കൊളാഷിന്റെ ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊളാഷ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കണം. എനിക്കിവിടെ കുറച്ച് അധികം ഫോട്ടോസ് തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കൊളാഷ് ചെയ്തിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. നേരത്തെ സേവ് ചെയ്ത ഫോട്ടോസിന്റെ കളറൊക്കെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന ഈ ഫ്രെയിമിൽ ഒരു മെയിൻ പിക്ക് ഉണ്ട്. ആ ഒരു ഫോട്ടോയും കൂടെ എഡിറ്റ് ചെയ്യാൻ ഇൻഷോട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഷോട്ടിൽ ന്യൂ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ എടുക്കുക, കട്ടൗട്ടിന്റെ ഓപ്ഷൻ എടുക്കുക, അതിൽ ഔട്ട്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വരും. അതിൽ ഞാൻ ഈ ഒരു വൈറ്റ് ഔട്ട്ലൈൻ ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു വൈറ്റ് ആണ്. അങ്ങനെ ഈ ഫോട്ടോസും ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഇനി ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിലൊരു A3 ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടും. അപ്ലോഡ് ഓപ്ഷനിൽ വന്നിട്ട് നേരത്തെ നമ്മൾ സേവ് ചെയ്ത ഫോട്ടോസ് ഒക്കെ ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്ത് വെക്കണം. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓപ്ഷൻ കൊടുക്കുക. ഇനി നമ്മൾ A3 ഡോക്യുമെന്റിലേക്ക് ഓരോ ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു എഡിറ്റിംഗിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലോങ് വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ചെയ്തത് ട്രാൻസ്പെറൻസി ഓപ്ഷനിൽ വന്നിട്ട് അതിന്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ചു കൊടുത്തു. കാരണം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫോട്ടോ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിന്നാൽ മതി. ഇനി മെയിൻ ആയിട്ട് വെക്കേണ്ട ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സൈസൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഫോട്ടോ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും PDF ഡോക്യുമെന്റിലാണ് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക. പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷീറ്റാണ് കേട്ടോ, A3 സൈസിലുള്ളത്. ഒരു ഫ്രെയിമാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ട് പ്രിന്ററിൽ വെക്കുന്നുണ്ട്. അങ്ങനെ പ്രിന്റിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പ്രിന്റ് എടുത്ത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് പാളിപ്പോയിട്ടുണ്ട്. 3 സൈഡിൽ മാത്രം വൈറ്റ് ബോർഡർ ഉള്ളൂ, 4ാമത്തെ സൈഡിൽ ഇല്ല. ഇനിയിപ്പോൾ ഒന്നും കൂടെ പ്രിന്റ് എടുക്കല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ അടുത്ത ഷീറ്റ് വെച്ചിട്ട് പ്രിന്റ് എടുത്തു. അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിട്ടോ. അപ്പൊ ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് ഫ്രെയിം ചെയ്യാനുള്ളത്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് പോളറോയിഡിന്റെ വർക്ക് ചെയ്യാം. 100 ഫോട്ടോസിന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നൊക്കെ ഞാൻ ക്യാൻവ ആപ്പിലാണ് പോളറോയിഡ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, അത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലാരിറ്റി നല്ല കുറവുള്ള പോലെ തോന്നുക. ക്ലാരിറ്റിയും ക്വാളിറ്റി ഇല്ലാണ്ട് കസ്റ്റമറിന് കൊടുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പിന്നെ ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് മാറി. ആദ്യം കുറച്ച് റിസ്ക് ഒക്കെ ആയിരുന്നു ഇതിൽ ചെയ്യാൻ, പക്ഷെ ഇപ്പൊ സെറ്റാണ്. അങ്ങനെ 100 ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും പ്രിന്റ് എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോളറോയിഡ് ഫോട്ടോസിന്റെ പ്രിന്റിംഗ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോളറോയിഡ് ഫോട്ടോസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കട്ടിംഗ് മെഷീനാണ് കേട്ടോ. ഓൾമോസ്റ്റ് 2 വർഷം ആവാനായിട്ടുണ്ടാവും ഞാൻ ഈ ഒരു കട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ഇനിയാണ് ടാസ്ക് ഉള്ള പരിപാടി. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫോട്ടോ പേപ്പറിലാണ് കേട്ടോ ഞാൻ പോളറോയിഡ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്വാളിറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ മാറ്റ് പേപ്പറിൽ എടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഫോട്ടോ പേപ്പറിൽ പോളറോയിഡ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. അതിന് മുന്നേ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചൊരു ഫ്രെയിമിന്റെ പ്രിന്റ് ഉണ്ടല്ലോ, ആദ്യം നമുക്ക് ഫ്രെയിം ചെയ്യാം. കസ്റ്റമർക്ക് ബ്ലാക്ക് ഫ്രെയിം ആണ് കേട്ടോ പറഞ്ഞത്. ഈ വലിച്ചു കീറുന്നത് അക്രിലിക് ഷീറ്റ് ആണ് കേട്ടോ. കൊറിയറൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫ്രെയിം അക്രിലിക് ഫ്രെയിം ആണ്. ഗ്ലാസ് കായി കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ സേഫ് ആക്കി അയച്ചാലും അത് പൊട്ടും. ഗ്ലാസിനേക്കാളും റേറ്റ് ആണ് കേട്ടോ അക്രിലിക് ഫ്രെയിമിന്. അങ്ങനെ ഫ്രെയിമിന്റെ വർക്ക് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഫ്രെയിമിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? ഇതുപോലുള്ള കൊറുഗേറ്റഡ് ഗിഫ്റ്റ് ബോക്സിലാണ് കേട്ടോ ഞാൻ പോളറോയിഡ് ഒക്കെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കല്. ഇങ്ങനെ അയച്ചു കൊടുത്താൽ ഓർക്കാർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതും യൂസ്ഫുൾ ആവുമല്ലോ. അങ്ങനെ
50-50 ഫോട്ടോസ് ആക്കിയിട്ടാണ് ഞാൻ ഈ ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പോളറോയിഡ് ഫോട്ടോസിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറും ആഡ് ചെയ്യാം. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. വെറും 7 രൂപക്കാണ് കേട്ടോ നമ്മൾ ഒരു ഫോട്ടോ സെയിലാക്കുന്നത്. ഇതൊരു ലിമിറ്റഡ് ടൈം പീരീഡിലേക്കുള്ള ഓഫറാണേ. അപ്പൊ ഓർഡർ ചെയ്യാനുള്ളവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളി. അപ്പൊ നമ്മളെ ഇന്നത്തെ വർക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഫസ്റ്റ് ടൈം ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഓക്കെ.